നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഒരു കുടുംബത്തിലെ 5 പേരെ കൊന്ന് ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിൽ പോയി സ്വയം കീഴടങ്ങിയത്. ഇത്തരത്തിലുള്ള കൊലപാതക പരമ്പരകൾ ഈ അടുത്ത ദിവസങ്ങളിലായി നിരന്തരമായി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇത്തരം കൊലപാതകങ്ങളുടെ പിന്നിൽ, അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ പിന്നിൽ എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും അത്ര സീരിയസ് ആയി ഗൗരവമായി ആലോചിക്കാറില്ല. പലപ്പോഴും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ആളുകളാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യാറുള്ളത്. മറ്റു പലപ്പോഴാകട്ടെ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾ, അത് ഭ്രാന്ത് ആവണമെന്നില്ല, സ്ട്രെസ് പോലെ, ആൻഷൈറ്റി പോലെ, അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷാദ രോഗങ്ങൾ പോലെയുള്ള മാനസിക പ്രയാസങ്ങൾക്ക് അടിമപ്പെടുന്ന ആളുകൾ, അവർക്ക് പല സമയങ്ങളിലും അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ, അവരുടെ മൃദുല വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അത് പല രീതിയിൽ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പലപ്പോഴും പ്രേമനൈരാശ്യം ഇതിന് കാരണമാവാറുണ്ട്. അല്ലെങ്കിൽ ചെറിയ കാരണങ്ങൾ, വീട്ടിലെ ടിവിയുടെ റിമോട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാലത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം പഠിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാലത്ത്, അല്ലെങ്കിൽ കളിക്കാൻ പോകരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മളുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ പോലും തൂങ്ങി മരിക്കുന്ന കാലത്ത്, ആത്മഹത്യ ചെയ്യാൻ ശ്രമങ്ങൾ നടത്തുന്ന കാലത്ത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് രക്ഷിതാക്കൾ പലപ്പോഴും വളരെ സീരിയസ് ആയി ആലോചിക്കാറില്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ വലിയ പഠന നിലവാരമുള്ളവരാക്കി മാറ്റാൻ, A+കൾ നേടാൻ, A1 ഗ്രേഡുകൾ നേടാൻ വേണ്ടി അവരെ നിരന്തരമായി ട്യൂഷൻ പറഞ്ഞേക്കുന്നു, കോച്ചിങ്ങുകൾ കൊടുക്കുന്നു, നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു. എന്നാൽ ഇവർക്ക് ഇമോഷണലി ഇന്റലിജന്റ് ആവാനുള്ള, അവരുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ, അവർക്ക് ആവശ്യമായ സോഫ്റ്റ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ, ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. അത്തരത്തിലുള്ള ഒരു പഠനത്തിന്റെ സാധ്യത ഏറ്റവും കൂടിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ കുട്ടികൾ ആൽഫ ജനറേഷൻ കുട്ടികളാണ്. ഈ ആൽഫ ജനറേഷൻ കുട്ടികൾക്ക് അവരുടേതായ ചില സ്വഭാവ വൈശിഷ്ട്യങ്ങളുണ്ട്. ആ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ മനസ്സിലാക്കി അവർക്ക് ജീവിതത്തിൽ അനുഗുണമായ ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ, പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ഇന്റലിജൻസ് ക്വോഷ്യന്റിന് വേണ്ടി, IQ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിരന്തരമായ ട്രെയിനിങ്ങുകൾ കൊടുക്കുമ്പോഴും EQ വർദ്ധിപ്പിക്കാൻ, അവരുടെ ഇമോഷണൽ ക്വോഷ്യന്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ട്രെയിനിങ്ങുകളോ അത്തരത്തിലുള്ള പഠനങ്ങളോ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. അതുകൊണ്ട് പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള നിരന്തരമായ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വഴി നടത്താൻ നമുക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൂടെ ആവശ്യമുണ്ട് എന്ന് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നന്ദി, നമസ്കാരം.